ഹലോ ടെക് ജേർണലിസ്റ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ ലഭിക്കുന്ന 5 ബെസ്റ്റ് 5G ഫോണുകൾ, അതായത് 15,000 രൂപക്കുള്ളിൽ ലഭിക്കുന്ന 5 ബെസ്റ്റ് 5G ഫോണുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഫോണ് നമ്മൾ നോക്കുന്നത് പോക്കോയുടെ പോക്കോ M6 Pro എന്ന് പറയുന്ന 9,999 രൂപ വില വരുന്ന ഒരു ഫോണാണ് കേട്ടോ. 6.79 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതും ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 4 Gen 2 പ്രോസസ്സറും ഒരു 4GB റാമും 64GB ഇൻറ്റേർണൽ മെമ്മറിയും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു റേഞ്ച് നിങ്ങൾ ആലോചിക്കണം. ഒരു 9,900, അതായത് 10,000 രൂപ മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. ഈ ഒരു ഫോണിന് മെയിൻ ക്യാമറയായിട്ട് 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും ഒരു 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ 5000 mAh ഒരു ബാറ്ററി ബാക്കപ്പും ഈ ഒരു ഫോണിന് ലഭിക്കുന്നുണ്ട്. ഒരു 10,000 രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങണം, ഒരു 5G ഫോൺ വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു പോക്കോയുടെ M6 Pro എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും. അടുത്തത് 12,000 രൂപയ്ക്ക് ലഭിക്കുന്ന മോട്ടോ G34 എന്ന് പറയുന്ന ഒരു മോഡലാണ്. മോട്ടോയുടെ മോട്ടോ G34 എന്ന് പറയുന്ന മോഡൽ. സ്നാപ്ഡ്രാഗണിൻ്റെ 695 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഒരു HD LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയുമാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ 5000 mAh ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു ഫോണിന് ലഭിക്കുന്നത്. പിന്നെ മോട്ടോ എന്ന് പറയുന്ന കമ്പനിയുടെ ഫോണുകൾക്കെല്ലാം നമുക്കറിയാം ക്ലീൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകളൊന്നും ഉൾപ്പെടുത്താതെ നല്ലൊരു ക്ലീൻ സോഫ്റ്റ്വെയർ ഈ ഒരു ഫോണിന് ലഭിക്കുന്നുണ്ട്. അടുത്ത ഫോൺ എന്ന് പറയുന്നത് 14,477 രൂപ വരുന്ന iQZ9X എന്ന് പറയുന്ന ഒരു മോഡലാണ്. വിവോയുടെ T3X 5G എന്ന് പറയുന്ന ഒരു ഫോണിൻ്റെ അതേ സെയിം സ്പെക്ക് വരുന്ന ഒരു ഫോണാണ് ഈ iQZ9X എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. ഈ ഒരു ഫോണിൽ ഫുൾ HD LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതേപോലെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസസ്സറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞ ഫോണുകളിലൊക്കെ 5000 mAh ബാറ്ററി ആണെങ്കിൽ ഈ ഒരു ഫോണിൽ വരുന്നത് 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ മാത്രം ഒരു സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് 15,000 രൂപയ്ക്ക് ലഭിക്കുന്ന മോട്ടോയുടെ മോട്ടോ G64 എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത് മീഡിയാടെക്കിന്റെ പ്രോസസ്സറാണ്. മീഡിയാടെക് 7025 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. ഫുൾ HD ഡിസ്പ്ലേ മാത്രമാണ് ഈ ഒരു ഫോണിലും ലഭിക്കുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി ലഭിക്കുന്നുണ്ട്. പക്ഷേ 50 മെഗാ പിക്സലും മെയിൻ ക്യാമറയും 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും തന്നെയാണ് ഈ ഒരു മോഡലിലും ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോട്ടോയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ നമുക്ക് ലഭിക്കും. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൽ 15,000 രൂപയ്ക്ക് ഉള്ളിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ലഭിക്കുന്ന ഒരു ഫോണാണ്. അതായത് റിയൽമിയുടെ P1 എന്ന് പറയുന്ന മോഡലാണ്. ഫുൾ HD പ്ലസ് അമോലഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ഫോണുകളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് ലഭിക്കുന്നത്. മീഡിയാടെക് 7025 എന്ന് പറയുന്ന പ്രോസസ്സറും 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, അതേപോലെ 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയുമാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയേ ഉള്ളൂ. പക്ഷേ 45 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ചാർജർ നമുക്ക് ഈ ഒരു ഫോണിന് കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 5 ഫോണുകളും 5G ഫോണുകളാണ്. ആരെങ്കിലും ഒരു 15,000 രൂപക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു 5G ഫോണ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോണുകളിൽ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.